സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചക്കുരുമുളക് വെച്ച് ചെമ്മീൻ പൊള്ളിച്ചെടുക്കാം. അതിന് 300 ഗ്രാം ചെമ്മീൻ പൊളിച്ച് വെച്ചത്, 6 തിരി പച്ചക്കുരുമുളക്, ഒരു മാങ്ങയുടെ പകുതി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 3-4 തണ്ട് കറിവേപ്പില. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത കൂട്ട് ചെമ്മീനിൽ തേച്ച് അരമണിക്കൂർ നേരം വയ്ക്കുക. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഓയിൽ ചൂടാകുമ്പോൾ നേരത്തെ മസാല ചേർത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പച്ചക്കുരുമുളകായതുകൊണ്ട് ഒരു പ്രത്യേക സ്വാദാണ്. പച്ചക്കുരുമുളകിൻ്റെ സമയമാണ് ഇപ്പോൾ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക. ഇത് വഴറ്റിയെടുക്കേണ്ട മസാലപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3-4 തണ്ട് കറിവേപ്പില. ഇനി ചെമ്മീനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി എല്ലാം ഒന്ന് മറിച്ചിട്ട് ഇളക്കിയെടുക്കാം. ഇതിൽ മാങ്ങ കൂടി ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക സ്വാദാണ്. പച്ചക്കുരുമുളക് ഹെൽത്തിയും കൂടിയാണ്. ഇത് മാറ്റി വയ്ക്കാം. പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാവരും ഒന്ന് മാറി മാറി പൊള്ളിച്ചെടുത്ത് കഴിച്ചു നോക്കൂ. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി വഴറ്റുന്ന മസാല അരികിലേക്ക് മാറ്റി അതിൻ്റെ നടുവിലിട്ട് നേരത്തെ അരച്ച കൂട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇവയെല്ലാം ഒന്നിച്ചാക്കി നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനും ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ചെമ്മീൻ നേരത്തെ ഫ്രൈ ചെയ്തതുകൊണ്ട് കൂടുതൽ നേരം ഇളക്കേണ്ടതില്ല. മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇല വാട്ടി ഈ ചെമ്മീനിൻ്റെ കൂട്ട് ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല മടക്കിയെടുത്ത് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. അഴിയാതിരിക്കണമെങ്കിൽ വാഴയുടെ നാരുകൊണ്ട് ഒന്ന് കെട്ടിയെടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് നേരം പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇലയുടെ സ്വാദും കൂടി ചെമ്മീനിൽ കലരുമ്പോൾ നല്ല രുചിയായിരിക്കും. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. മീൻ കഴിക്കുന്നവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി ഇത് തുറന്നു നോക്കി എടുക്കാവുന്നതാണ്. സിമ്മിൽ വെച്ച് വേണം പൊള്ളിച്ചെടുക്കാൻ. ഈ പച്ചക്കുരുമുളക് കൊണ്ടുള്ള ചെമ്മീൻ പൊള്ളിച്ചത് ഒന്ന് നിങ്ങൾ മറക്കാതെ ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.